രാവിലെ എന്നെപ്പോലെ എളുപ്പപ്പണി നോക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ ഈ വീഡിയോ സേവ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ബൗളിലോട്ട് ഒരു 1/2 കപ്പ് റവ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ 2 ആളുള്ള ഒരു വീടാണെങ്കിൽ ഒരു 1/2 കപ്പ് റവ കൊണ്ട് ഉണ്ടാക്കിയാൽ മതി കേട്ടോ. ഇനിയിപ്പോൾ അതിൽ കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ച് അളവിലെടുത്താൽ മതി. ഇതിലോട്ട് പാകത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം, ഉപ്പ് എല്ലാ ഭാഗത്തോട്ടും എത്തുന്ന രീതിയിൽ. ഇനി നമുക്കിതിലോട്ട് റവ എത്ര അളവിലാണോ എടുത്തത് അതേ കപ്പിൽ തന്നെ 1 കപ്പ് തൈര് എടുത്തിട്ടുണ്ട് കേട്ടോ. തൈരല്ല, ഞാൻ യോഗട്ടാണ് എടുത്തിട്ടുള്ളത്. തൈരാണെങ്കിൽ കുറച്ച് വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഉണ്ടാവും, അപ്പോൾ കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇത് യോഗട്ട് ആയതുകൊണ്ട് തന്നെ കട്ടയായതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട്. ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. ഈ റവ നന്നായിട്ടൊന്ന് കുതിരണം. 5 മിനിറ്റ് മുതൽ 10 മിനിറ്റ് വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം നമുക്ക്. ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനിത് തുറന്നിട്ട് നമുക്ക് ഇത് ഒന്നും കൂടി തിക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്ക് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ഒരു 1/2 കപ്പ്, അതായത് നമ്മൾ റവ എടുത്ത അതേ കപ്പിന് തന്നെ 1/2 കപ്പിൻ്റെ അളവിലാണ് എടുത്തിട്ടുള്ളത്. റവ, തൈര്, അതുപോലെ തന്നെ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് മല്ലിയില കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. നല്ലപോലെ മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വെള്ളത്തിൻ്റെ കുറവ് കുറച്ച് കാണുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. വെള്ളം കൂടി നമുക്ക് നോക്കിയിട്ട് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. നമുക്കിത് ഉടൻ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. നല്ല ടേസ്റ്റാണ്. ഇത് നമുക്ക് 2 രീതിയിൽ തയ്യാറാക്കാം. ഒന്നുകിൽ നമുക്ക് പാനിൽ കുറച്ച് ഗീ ഒക്കെ തടവിയിട്ട് അങ്ങനെ ആയിട്ട് ചുട്ടെടുക്കാം മൂടി വെച്ചിട്ട്. അല്ലെങ്കിൽ നമുക്ക് ഇത് ഇഡ്ഡലി തട്ടിൽ ആവിയായിട്ട് ഇഡ്ഡലി പോലെ വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിപ്പോൾ ഇഡ്ഡലി തട്ടിലാണ് കേട്ടോ വേവിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇഡ്ഡലി തട്ടിൽ കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതിലോട്ട് ഓരോ കുയിലോട്ടായിട്ട് നമുക്ക് ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് ഇതിന് ശേഷം നമുക്കൊരു 5-6 മിനിറ്റ് ഒന്ന് ആവി കയറ്റിയെടുത്താൽ മതി. നമുക്ക് സ്വാദിഷ്ടമായ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി റെഡിയാവും കേട്ടോ. ഇതിന് റവ ഇഡ്ഡലി എന്ന് വേണമെങ്കിൽ പറയാം, പക്ഷേ റവ ഇഡ്ഡലി അല്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇത് നമുക്ക് ക്യാരറ്റും മല്ലിയിലൊക്കെ ചേർത്തുക്കുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് വേറെ ഒന്നിനും ആവശ്യമില്ല. ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. എളുപ്പപ്പണിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ സൈഡ് ഡിഷായിട്ട് ഒന്നും നമുക്ക് തയ്യാറാക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഇതിലോട്ട് ക്യാരറ്റ് ചേർത്ത സമയത്ത് നമുക്ക് ചില്ലി ഫ്ലേക്സോ പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതോ ചേർത്താൽ മതി. എനിക്ക് എരിവ് അത്ര താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഇടാതിരുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഒരു 5-6 മിനിറ്റ് ആവി കയറ്റിയിട്ടുള്ളൂ. നല്ല സ്വാദിഷ്ടമായ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ആവി കയറ്റി തന്നെ എടുത്താൽ മതി. ഇത് നമ്മൾ പ്രമേഹ രോഗികൾക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. കാരണം കുറച്ച് പച്ചക്കറികളും റവയൊക്കെ അല്ലേ ചേർന്ന്, തൈരൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കാം.